Hello guys, thanks for checking back on my channel, Mr. Chef. ഇന്ന് നമ്മുടെ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ വീട്ടിലെ കിച്ചണിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് വ്യത്യസ്തമായ ടേസ്റ്റുമുള്ള പെപ്പർ ചിക്കൻ റോസ്റ്റ് ആണ്. സ്ഥിരമായിട്ട് ഒരേ രീതിയിൽ ചിക്കൻ കറി ഉണ്ടാക്കുന്നവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു വ്യത്യസ്തമായിട്ടുള്ള എന്നാൽ നല്ല ടേസ്റ്റ് ഉള്ള ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ് നമ്മുടെ പെപ്പർ ചിക്കൻ റോസ്റ്റ്. അപ്പോൾ ഈ ഒരു ഡിഷിൻ്റെ റെസിപ്പി ഞാനിന്ന് സെറ്റ് ചെയ്തിരിക്കുന്നത് ശരിക്കും നമ്മളുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ എങ്ങനെ ഉണ്ടാക്കുന്നോ ആ സെയിം രീതിയിലാണ്. അപ്പോൾ ഉറപ്പായിട്ടും അടുത്ത പ്രാവശ്യം ചിക്കൻ മേടിക്കുമ്പോൾ നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് ഞാൻ സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഈ ഡിഷ് ഉണ്ടാക്കാൻ ആവശ്യമായുള്ള എല്ലാ ഐറ്റംസും ഞാനിവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തായി നമുക്ക് ചിക്കൻ കുക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായി തന്നെ നമുക്ക് ആവശ്യമായുള്ള ഐറ്റംസ് എല്ലാം ഞാൻ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. വലിയ 4 സവോള തിന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ടുണ്ട്. അതുമാതിരി തന്നെ ഒരു 6 ഇതള് കറിവേപ്പില, നല്ല പഴുത്ത ടൊമാറ്റോ 2 സ്ലൈസ് ചെയ്തിട്ടുണ്ട്. അതുമാതിരി തന്നെ എരിവ് കുറവുള്ളൊരു 5 കൊമ്പമുളക് നമ്മൾ നടുവെ കീറിയെടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ 2 കിലോ ചിക്കൻ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിന്ന് നിങ്ങൾക്ക് കാണുന്ന മാതിരി ഒരു മീഡിയം സൈസിലാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. നമ്മൾ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള വെയിറ്റ് ആണ് ഞാൻ ഈ പറയുന്നത്, 2 കിലോ. അടുത്തായിട്ട് നമ്മളെ ചിക്കൻ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ആദ്യമായിട്ട് 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇതെല്ലാം ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തായി നമുക്കൊരു അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് എടുത്ത് മാറ്റി വെക്കാം. സ്റ്റവ് എടുത്ത് വെച്ച് ഓണാക്കിയതിന് ശേഷം ഒരു നോൺ സ്റ്റിക്ക് പാൻ സ്റ്റവിലേക്ക് വെച്ച് നമുക്ക് ആവശ്യമായുള്ള സ്പൈസസ് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. 1.5 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി, 2 ടേബിൾ സ്പൂൺ പെപ്പർകോൺ, ഒരു 4 ചെറിയ ഡ്രൈ ചില്ലി, ഇതെല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം. നമ്മളുടെ സ്റ്റൗവിൻ്റെ ഫ്ലെയിം മീഡിയത്തിൽ തന്നെ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഗൈസ്, നമ്മൾ ഏകദേശം ഒരു 1.5 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ നമ്മളുടെ സ്പൈസസ് റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാവുന്ന മാതിരി ചെറുതായിട്ടൊരു ഡാർക്ക് കളറിലേക്ക് ഇത് വന്നിട്ടുണ്ട്. അടുത്തായി നമുക്ക് സ്റ്റൗ ഓഫാക്കിയതിന് ശേഷം പൊടിക്കാനുള്ള കല്ലിലേക്ക് ഇട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നമ്മൾ റോസ്റ്റ് ചെയ്ത സ്പൈസസ് നന്നായി നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. അധികം ഫൈനാക്കാണ്ട് ചെറുതായിട്ട് തരിതരിയായിട്ട് തന്നെ പൊടിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മിക്സിയുടെ പൊടിക്കുന്ന ജാറിലിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കിത് പൊടിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്കിതെടുത്ത് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഒരു നോൺ സ്റ്റിക്ക് പാൻ സ്റ്റൗവിലേക്ക് വെച്ച് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിക്കാം. ഓയിൽ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഈ പാത്രത്തിൽ കാണുന്ന ഹോൾ സ്പൈസസ് നമുക്കിതിലേക്ക് ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു 6 ഏലക്ക, 6 കരയാമ്പൂ, 3 ചെറിയ കറുവാപ്പട്ട, 4 ചെറിയ ബേ ലീഫ്, ഇതെല്ലാം കൂടെ നമുക്ക് ഓയിലിലേക്ക് ഇടാം. ഓയിലിലേക്കിട്ട് ചെറുതായി ഒന്ന് റോസ്റ്റ് ചെയ്ത് ഇതിൻ്റെ ഫ്ലേവർ എല്ലാം നമ്മളുടെ ഓയിലിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഒരു 3 ഇതള് കറിവേപ്പില നമുക്കിലേക്ക് ഇതിലേക്ക് ഇടാം. അടുത്തായി 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അടുത്തായി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച 4 സവോള ഇതിലേക്ക് നമുക്കിടാം. സവോള ഇട്ട അപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. നമ്മളുടെ സവോള നന്നായിട്ട് കുക്കാകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. സവോള ഒരു പകുതി കുക്കായി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഗ്രീൻ ചില്ലി, ടൊമാറ്റോ കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഗൈസ്, നമുക്ക് കാണാവുന്ന മാതിരി നമ്മുടെ ഒനിയനും ടൊമാറ്റോയും ഗ്രീൻ ചില്ലിയും നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അടുത്തായി നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇതിലേക്ക് ഇടാം. ചിക്കൻ ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പാത്രത്തിൻ്റെ ലിഡ് വെച്ച് ഏകദേശം ഒരു 15 മിനിറ്റ് നേരം നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ലിഡ് വെച്ച് കുക്ക് ചെയ്യാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളുടെ ചിക്കനിലുള്ള ജ്യൂസും വെള്ളവും എല്ലാം കൂടെ പുറത്തേക്ക് വന്ന് ആ വെള്ളത്തിലും ആ സ്റ്റീമിലും ഇരുന്ന് നമ്മുടെ ചിക്കൻ കുക്കാവാൻ വേണ്ടിയാണ് നമ്മൾ ലിഡ് എടുത്ത് വെക്കുന്നത്. ഇനി നമുക്കൊരു 15 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യാം.
ഈ ഡിഷ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതാണ് നമ്മൾ അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പാർട്ട് നിങ്ങൾ മിസ് ചെയ്യാണ്ട് കാണാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഇന്ന് ഈ ഉണ്ടാക്കുന്ന പെപ്പർ ചിക്കൻ റോസ്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ റോസ്റ്റ് ഐറ്റംസ് എന്തുണ്ടാക്കുമ്പോഴും നമ്മൾ എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്യാണ്ട് നമ്മുടെ ചിക്കൻ മാത്രം ഇട്ട് കുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മളുടെ ചിക്കനിൽ നിന്ന് വരുന്ന ജ്യൂസും വെള്ളവും മാത്രം ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഡിഷ് കുക്ക് ചെയ്യേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ ഏത് റോസ്റ്റ് ഐറ്റംസും നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇതേമാതിരി തന്നെ ചെയ്താൽ മതി. അതുമാതിരി തന്നെ ഈ ഡിഷിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് കുറച്ച് സ്പൈസസ് നമ്മൾ ഫ്രഷ് ആയിട്ട് റോസ്റ്റ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്താണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏത് ഡിഷിലായാലും ഫ്രഷ് ആയിട്ടുള്ള സ്പൈസസ് ഗ്രൈൻഡ് ചെയ്തിട്ട് നമ്മുടെ കറിക്ക് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിഷുകളിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ കാണിച്ച മാതിരി തന്നെ ഫ്രഷ് ആയിട്ട് റോസ്റ്റ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ടൈം കുറവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉപയോഗിച്ച സെയിം സ്പൈസസ് അതിൻ്റെ പൊടിയായിട്ട് ഉപയോഗിച്ചാലും കുഴപ്പമില്ല. ഗൈസ് നമ്മൾ ഏകദേശം ഒരു 15 മിനിറ്റ് നേരം ലിഡ് വെച്ച് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളുടെ ചിക്കൻ ഏകദേശം ഒരു 80% ഇവിടെ കുക്കായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാവുന്ന മാതിരി നമ്മളുടെ ചിക്കനിൽ അത്യാവശ്യം നന്നായിട്ട് വെള്ളമുണ്ട്. നമ്മൾ എക്സ്ട്രാ വെള്ളം ഒഴിക്കാണ്ട് തന്നെയാണ് ഈ വെള്ളം വന്നിരിക്കുന്നത്. അടുത്തത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഹോം മെയ്ഡ് ഗരം മസാല, അതുമാതിരി തന്നെ നമ്മൾ നേരത്തെ പൊടിച്ചെടുത്ത ഡ്രൈ സ്പൈസസ്, ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അടുത്തതായി നമുക്ക് ലിഡ് വെക്കാണ്ട് ഒരു 10 മിനിറ്റ് നേരം കൂടെ നമ്മളുടെ ചിക്കൻ നമുക്കിന്ന് കുക്ക് ചെയ്തെടുക്കാം. അതുമാതിരി നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലിഡ് വെച്ച് കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ലിഡ് മാറ്റി നന്നായി മിക്സ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഗൈസ് നമ്മളുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളൊരു 10 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിലിട്ട് വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാവുന്ന മാതിരി നമ്മുടെ മസാലയൊക്കെ നല്ല തിക്ക് കൺസിസ്റ്റൻസിയിലേക്ക് വന്നിട്ടുണ്ട്. അതുമാതിരി നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. എനിവേ ഗൈസ് നമുക്ക് കാണാവുന്ന മാതിരി നമ്മുടെ ചിക്കൻ അടിപൊളിയായിട്ട് റെഡിയുണ്ട്. അടുത്തത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഗാർണിഷ് ചെയ്യാനായിട്ട് സ്ലൈസ് ചെയ്ത ഗ്രീൻ ചില്ലി, സ്ലൈസ് ചെയ്ത് കുറച്ച് ടൊമാറ്റോ കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ പെപ്പർ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളുടെ ചിക്കൻ പെപ്പർ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാനൊക്കെ നല്ല അടിപൊളി ലുക്കാണ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കുന്നത്. നമുക്ക് സോസ് ഒന്നും അധികം ഇല്ലാണ്ട് നല്ല ഡ്രൈ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിന്ന് ടേസ്റ്റ് നോക്കാം. അപ്പോൾ ഗൈസ് നമ്മളുടെ ചിക്കൻ പെപ്പർ റോസ്റ്റ് നല്ല സൂപ്പർ ടേസ്റ്റാണ്. നമ്മളുടെ ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഗ്രേവി ഇല്ലെന്ന് തന്നെ പറയാം. അപ്പം ഞാൻ കാണിച്ച സെയിം സ്റ്റെപ്സ് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുമാതിരി നിങ്ങൾക്ക് നല്ല ഡ്രൈ ആയിട്ട് നല്ല സ്പൈസിയും നല്ല മസാലയുടെ ഒക്കെ നല്ല ഫ്ലേവറുള്ള നല്ല വളരെ ടേസ്റ്റിയും ജ്യൂസിയുമായിട്ടുള്ള ഈ ചിക്കൻ പെപ്പർ റോസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എനിവേ നിങ്ങൾ അടുത്ത പ്രാവശ്യം ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ഇത് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും ഡൗട്ട്സ് ഒക്കെ നമ്മളുടെ കമന്റ് സെക്ഷനിൽ എഴുതി അറിയിക്കാനായിട്ട് മറക്കരുത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഇതുമായിട്ട് വീഡിയോസ് കാണുവാനായിട്ട് നമ്മുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കനോട് എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ഹിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങളുടെ ഹോം പേജിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അതുവഴി നിങ്ങൾക്ക് പുതിയ റെസിപ്പീസ്, പുതിയ കുക്കിംഗ് ഐഡിയാസ് കിട്ടുവാനായിട്ട് ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. സോ ഈറ്റ് ഗുഡ് ഫുഡ്, സ്റ്റേ ഹെൽത്തി ആൻഡ് ഐ സീ യു വിത്ത് എ ഡിഫറെന്റ് വീഡിയോ. ബൈ.